അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, മനുഷ്യ ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട അതുല്യമായൊരു സംഭവം 2 തവണ നടന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അന്തിമ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം അത് പൂർണ്ണമായും വിമലീകരിക്കുന്നതിന് വേണ്ടി ശുദ്ധീകരിച്ച ഒരു സംഭവമാണ്. ഇതൊരു അത്ഭുത കഥ മാത്രമല്ല, ഇത് പ്രവാചകത്വ ജീവിതത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായുള്ള കൃത്യമായ ഒരു തയ്യാറെടുപ്പായിരുന്നു. ആദ്യമായി ഈ സംഭവം നടക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്രായത്തിൽ ഹലീമയുടെ കൂടെ താമസിക്കുന്ന കാലത്താണ്. പ്രവാചകൻ്റെ പ്രായം അന്ന് 4 വയസ്സായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ മലക്കുകളിൽപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കുകയും മലർത്തിക്കിടത്തുകയും അതിനുശേഷം അവിടുത്തെ നെഞ്ചു പിളർത്തി ഹൃദയം പുറത്തെടുത്തു. ആ ഹൃദയത്തിൽ നിന്നും ഒരു കഷ്ണം പുറത്തേക്കെടുത്തിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് നിന്നിലുള്ള പൈശാചിക അംശമാണ്. അതിനുശേഷം ഒരു സ്വർണ്ണപാത്രത്തിൽ സംസം വെള്ളം കൊണ്ടുവന്ന് കഴുകുകയും എന്നിട്ട് ആ പുറത്തെടുത്ത ഹൃദയം അത് തൽസ്ഥാനത്ത് തിരിച്ചു വെക്കുകയും ചെയ്തു. ഇത് കണ്ട പ്രവാചകൻ്റെ കൂടെ കളിച്ചിരുന്ന കുട്ടികൾ അവർ ഹലീമയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു. കുട്ടിയെ പരിപാലിക്കാൻ വേണ്ടി ഏറ്റെടുത്ത ഹലീമ പരിഭ്രാന്തയായി ഭയത്തോടുകൂടി ആശങ്കയോടുകൂടി അവിടേക്ക് ഓടിയെത്തി. എന്നാൽ ആ മഹദി കാണുന്നത് സുരക്ഷിതനായി അവിടെ നിൽക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. താൻ വളർത്തുന്ന ഈ കുട്ടിയുടെ നെഞ്ചിൽ ആ സംഭവത്തിൻ്റെ അടയാളമുണ്ടായിരുന്നു. പിന്നീട് പ്രവാചകത്വത്തിന് ശേഷം തൻ്റെ അനുചരനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചത്ത് തുന്നിയ അടയാളം ഞാൻ കാണാറുണ്ടായിരുന്നു എന്ന്. ഇത് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇമാം അഹ്മദിൻ്റെ മുസ്നദിലും ഈ സംഭവം വളരെ വിശദമായി വിവരിക്കുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ ഒരു സംഭവം നമ്മെ അറിയിക്കുന്നത് ഭാവിയിൽ മനുഷ്യരാശിയെ നയിക്കേണ്ട ഒരു ഹൃദയം അത് എല്ലാവിധ ദുർബലതകളിൽ നിന്നും സംരക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. ചെറുപ്രായത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിന്നും പൈശാചിക അംശം നീക്കം ചെയ്തു എന്ന് പറയുമ്പോൾ അതിനർത്ഥം അദ്ദേഹം അന്ന് പാപം ചെയ്ത സ്വഭാവമുള്ളവനായിരുന്നു എന്നതല്ല. മറിച്ച് മനുഷ്യ സ്വഭാവത്തിലെ സാധാരണ സ്വഭാവങ്ങളായ കോപവും ദൗർബല്യവുമൊക്കെ പോലെയുള്ള പിശാചി സ്വാധീനിക്കാവുന്ന മനുഷ്യ ഘടകങ്ങൾ അതിനെ നീക്കം ചെയ്തു എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. മനുഷ്യരിൽ ഓരോരുത്തർക്കും ഒരു ഖരീനുണ്ട്, അഥവാ ഒരു പിശാചുണ്ട്. ആ പിശാചിലൂടെ പല നിലക്കുമുള്ള പൈശാചിക പ്രേരണകൾ മനുഷ്യനിൽ ഉണ്ടാകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു സംരക്ഷണം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ പൈശാചികമായ അംശം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടത്. പിശാചിന് യാതൊരു നിലക്കുമുള്ള സ്വാധീനം ഇല്ലാതാക്കുവാനുള്ള അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു ഇത് എന്ന് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്രായത്തിൽ പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം നടത്തി എന്നല്ല, പാപസാധ്യതയിൽ നിന്നുള്ള പൂർണ്ണ സംരക്ഷണം നൽകി എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക വിശ്വാസപ്രകാരം എല്ലാ പ്രവാചകന്മാരും ഇസ്മത്ത് എന്ന ദിവ്യ സംരക്ഷണത്തിലാണ്. അതായത് അവർ ഒരിക്കലും പാപം ചെയ്യുകയില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് കാണാം. ഖുർആനിലെ 53-ാമത്തെ അധ്യായം സൂറത്തു നജ്മിലെ 2-3 സൂക്തങ്ങൾ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാ വല്ല സാഹിബുക്കും വമാ വബാ, നിങ്ങളുടെ കൂട്ടുകാരന് വഴിപിഴച്ചിട്ടില്ല, അദ്ദേഹത്തിന് അബദ്ധവും ഇടഞ്ഞിട്ടില്ല. വമാ യന്തിഖു അനിൽ ഹവാ, അദ്ദേഹം സ്വന്തം ഇച്ഛപ്രകാരം സംസാരിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ പൈശാചികമായ സ്വാധീനം എന്നുള്ളത് പ്രവാചകൻ്റെ സംസാരത്തിൽ ഒരിക്കലും കടന്നു വരികയില്ല. നമുക്കറിയാം, ഒരു ഡോക്ടർ രോഗമില്ലാത്ത കുട്ടിക്ക് പോലും വാക്സിൻ കൊടുക്കാറുണ്ട്. അത് രോഗമുണ്ടായത് കൊണ്ടല്ല, രോഗം വരാതിരിക്കാനാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിന്ന് ആ അംശം നീക്കം ചെയ്യപ്പെട്ടത് അത് അദ്ദേഹത്തിൽ പാപമുണ്ടായത് കൊണ്ടല്ല, മറിച്ച് ശൈത്താനിന് ഒരു വിഹിതവും
അദ്ദേഹത്തിൽ അവശേഷിക്കാതിരിക്കാനാണ് അപ്രകാരം ചെയ്തിട്ടുള്ളത്. ഇതൊരു ദൗത്യ സജ്ജീകരണമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തെ നയിക്കേണ്ട നേതാവിന് ഒരു ദുർബലതയുടെ വാതിലും തുറന്നു കിടക്കരുത്. അവിടുത്തെ ഹൃദയം മനുഷ്യ പരിമിതികളിൽ നിന്ന് പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടതായി അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് അറിയിച്ച നിമിഷം തന്നെയായിരുന്നു അത്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തിയ രണ്ടാമത്തെ സംഭവം, അത് ഇസ്രാ മിഅ്റാജിൻ്റെ മഹത്തായ രാത്രിയിലാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഞാൻ മക്കയിലായിരിക്കെ എൻ്റെ വീടിൻ്റെ മേൽക്കൂര പിളർന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് എൻ്റെ നെഞ്ചു പിളർത്തി. എന്നിട്ട് സംസം വെള്ളം കൊണ്ട് കഴുകി. അതിനുശേഷം ഹൃദയത്തിൽ ഈമാനും വിജ്ഞാനവും നിറക്കപ്പെട്ടു. സ്വർണത്തിൻ്റെ പാത്രം കൊണ്ടുവന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞു. ശേഷം എൻ്റെ നെഞ്ച് മൂടിക്കെട്ടുകയും ചെയ്തു. അതിനുശേഷം എന്നെ എൻ്റെ കൈ പിടിച്ച് ഒന്നാം ആകാശത്തേക്ക് കൊണ്ടുപോയി എന്ന്. സഹോദരങ്ങളെ, ഇതും ഒരു സാധാരണ ശുദ്ധീകരണമല്ല. ആകാശയാത്രക്ക് മുമ്പുള്ള ആത്മീയ സജ്ജീകരണമാണ് ഇത്. മനുഷ്യൻ്റെ കണ്ണുകൾ കാണാത്ത ലോകങ്ങൾ കാണാൻ, മലക്കുകളുമായി സംവദിക്കാൻ, വാനലോകത്തിനപ്പുറം സിദ്റത്തുൽ മുൻതഹ വരെ ഉയരാൻ, അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കലായിരുന്നു ഈ രണ്ടാമത്തെ ഹൃദയം പിളർത്തലുമായി ബന്ധപ്പെട്ട സംഭവം. സഹോദരങ്ങളെ, ഈ രണ്ട് സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് വ്യക്തമാണ്. പ്രവാചകത്വം മനുഷ്യന് സ്വന്തമായി നേടാൻ കഴിയുന്ന ഒരു പദവിയല്ല, മറിച്ച് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുകയും അവൻ നിയോഗിക്കുകയും ചെയ്യുന്ന ഒരു ദൗത്യമാണ്. ഇവിടെ ഒന്നാമതായി സംഭവിച്ച ഈ ഹൃദയം പിളർത്തൽ, അത് ശാരീരികമായി സംഭവിച്ച ഒരു അത്ഭുതം മാത്രമല്ല, അത് വഹീനെ സ്വീകരിക്കാനുള്ള അഥവാ ദിവ്യ സന്ദേശത്തെ സ്വീകരിക്കാനുള്ള ഒരു ദിവ്യ മുന്നൊരുക്കമാണ്. ആത്മീയ ശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് അത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകത്തെ മാറ്റാൻ കടന്നു വരുന്ന ആ പ്രവാചകൻ്റെ ഹൃദയം, അത് ആദ്യമായി ശുദ്ധീകരിക്കുന്നത് ലോകത്തിൻ്റെ സ്രഷ്ടാവാണ് എന്നത് കൂടി ഇതോടൊപ്പം ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയ ശ്രോതാക്കളെ, പ്രവാചകത്വം എന്ന് പറയുന്നത് അതൊരു സന്ദേശവാഹകൻ്റെ പദവി മാത്രമല്ല, ആകാശത്തിൽ നിന്നിറങ്ങുന്ന വചനങ്ങളെ ഭദ്രമായി സ്വീകരിക്കുകയും ഭദ്രമായി സംരക്ഷിക്കുകയും അത് കൈമാറുകയും ചെയ്യാനുള്ള വിശുദ്ധമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് അത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഹൃദയം സാധാരണ ഹൃദയമാകാൻ പാടില്ല. അതുകൊണ്ടാണ് ചെറുപ്രായത്തിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടത്. പാപങ്ങളിൽ നിന്നുള്ള ദിവ്യമായ സംരക്ഷണം അത് ചെറുപ്പം മുതൽ തന്നെ അവിടുത്തെ ജീവിതത്തിൽ പ്രകടമായിരുന്നു എന്നർത്ഥം. ഹൃദയത്തിൽ ഒരു പൈശാചിക വിഹിതവും അവശേഷിക്കാത്ത രൂപത്തിൽ ശുദ്ധമാക്കപ്പെട്ട ഹൃദയമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇത് യഥാർത്ഥത്തിൽ പ്രവാചകത്വത്തിൻ്റെ ഒരു അടയാളമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ ഒരാളായിരുന്നുവെങ്കിലും പ്രവാചകത്വ ദൗത്യത്തിൽ അദ്ദേഹം വേറിട്ട ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞില്ലേ, ഖുർആനിൽ 53-ാമത്തെ അധ്യായം സൂറത്ത് നജ്മിലെ 1 മുതൽ 5 വരെയുള്ള സൂക്തങ്ങൾ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വൻ നജ്മി ഇദാ ഹവാ, നക്ഷത്രം തന്നെയാണ് സത്യം, അത് താഴ്ന്നു വരുമ്പോൾ, മാ വല്ല സാഹിബുക്കും വമാ ഗവാ, നിങ്ങളുടെ കൂട്ടുകാരൻ വഴിപിഴച്ചിട്ടില്ല, അദ്ദേഹത്തിന് അബദ്ധം പിണഞ്ഞിട്ടുമില്ല, വമാ യന്തിഖു അനിൽ ഹവാ, അദ്ദേഹം സ്വന്തം ഇച്ഛപ്രകാരം സംസാരിക്കുകയുമില്ല, ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അത് അദ്ദേഹത്തിന് നൽകപ്പെടുന്ന വഹിയല്ലാതെ ദിവ്യ സന്ദേശമല്ലാതെ മറ്റൊന്നുമല്ല. അല്ലമഹു ഷദീദുൽ ഖുവാ, ശക്തിമത്തായ കഴിവുകളുള്ള ഒരാൾ, അതായത് ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ പഠിപ്പിച്ചിരിക്കുകയാണ് എന്ന്. അപ്പോൾ പ്രവാചകൻ്റെ വാക്കുകൾ വ്യക്തിപരമായ ചിന്തകളുടെ ഫലമല്ല, അത് ആകാശത്തിൽ നിന്നിറങ്ങിയ ദിവ്യ സന്ദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ്റെ ഹൃദയം ആദ്യം ശുദ്ധീകരിക്കപ്പെട്ടത്. അവിടുത്തെ ഹൃദയം ശുദ്ധമായതുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ശുദ്ധമായി തന്നെ അദ്ദേഹത്തിലേക്ക് എത്തിപ്പെട്ടത്. അവിടുത്തെ ആത്മാവ് നിർമ്മലമായതുകൊണ്ടാണ് മനുഷ്യരാശിക്ക് അദ്ദേഹത്തിൽ നിന്നുള്ള മാർഗദർശനം നിർമ്മലമായി തന്നെ ലഭിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇവിടെ ചിന്താപരമായ ഒരു ചോദ്യമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തിയ സംഭവം വസ്തുതാപരമായി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് ഭൗതിക ലോക നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യമാണോ എന്നതാണ്. ഈ വിഷയം മനസ്സിലാക്കാൻ ആദ്യം നമുക്ക് ഒരു അടിസ്ഥാന സത്യത്തിൽ ഉറച്ചു നിൽക്കണം. ഇത് ഒരു സാധാരണ മനുഷ്യൻ്റെ ചരിത്രത്തിൽ നടന്ന സംഭവമല്ല. ഇത് സാധാരണ ഒരു മനുഷ്യൻ്റെ ചരിത്രത്തിൽ നടന്ന പ്രവൃത്തിയല്ല. ഇത് ലോകസ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ ഒരു ഇടപെടലാണ്. ഭൗതിക നിയമങ്ങൾ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എങ്കിൽ
ആ ഭൗതിക നിയമങ്ങളെ അതിജീവിക്കാനുള്ള അധികാരവും അള്ളാഹുവിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭൗതിക നിയമവിരുദ്ധമല്ല, ഇത് ഭൗതിക നിയമങ്ങൾക്ക് അതീതമാണ്, സൂപ്പർ നാച്ചുറലാണ് എന്ന് നമ്മളിവിടെ ആദ്യം തിരിച്ചറിയണം. ഇനി രണ്ടാമതായി, ഇത് ശാസ്ത്രത്തോട് വിരുദ്ധമാണ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇന്നത്തെ മെഡിക്കൽ ശാസ്ത്രം പോലും ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തുകയും നെഞ്ച് തുറക്കുകയും ഹൃദയം പുറത്തെടുക്കുകയും പ്രത്യേക ദ്രാവകങ്ങളാൽ ഹൃദയത്തെ സംരക്ഷിക്കുകയും വീണ്ടും അതേ സ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്യുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് ഇത്രയൊക്കെ സാധ്യമാണ് എങ്കിൽ, മനുഷ്യശേഷിയാൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, ദിവ്യശക്തിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന് അസാധ്യമാണ് എന്ന് പറയുന്നത് ഒരിക്കലും യുക്തിഭദ്രമല്ല. മനുഷ്യനെന്ന് ഉപകരണങ്ങൾ പ്രകടമാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കഴിവുകളാണ് പ്രകടമാക്കിയിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, മൂന്നാമതായി മനസ്സിലാക്കാനുള്ളത്, ഹൃദയം എന്നത് ഇസ്ലാമിക ദർശനത്തിൽ വെറും രക്തം പമ്പ് ചെയ്യുന്ന ഒരു അവയവമല്ല, മറിച്ച് മനുഷ്യൻ്റെ വിചാരങ്ങളുടെ നന്മ തിന്മകളുടെ ഒരു ആത്മീയ കേന്ദ്രമാണ് ഹൃദയം. ഇന്നത്തെ മനഃശാസ്ത്രവും ന്യൂറോ സയൻസും മനുഷ്യൻ്റെ വ്യക്തിത്വം, വികാരം, ധാർമ്മികത എന്നിവ ശരീരവുമായി ബന്ധിപ്പിച്ചാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം ഒരു ആത്മീയ പരിവർത്തനത്തിൻ്റെ പ്രതീകമെന്ന നിലയിലും നമുക്ക് മനസ്സിലാക്കാൻ ഒരിക്കലും പ്രയാസമില്ല. ഇത് ഒരു മെറ്റാമോർഫിക് ആയ ദിവ്യമായ പരിവർത്തനമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാലാമതായി പറയാനുള്ളത്, ഈ ഹൃദയം പിളർത്തിയ സംഭവം അത് ഒരാൾ ഒറ്റക്ക് പറഞ്ഞ കഥയല്ല. നിരവധി സ്വഹാബിമാർ അഥവാ നിരവധി പ്രവാചകൻ്റെ അനുചരന്മാരായ ആളുകൾ അവർ ഉദ്ധരിച്ചതായ റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്രരേഖകളിലുമൊക്കെ കൃത്യമായി രേഖീകരിക്കപ്പെട്ട വസ്തുതയാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് എന്നർത്ഥം. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും, ഇത് ഭൗതിക ലോകത്തെ നിഷേധിക്കുന്ന ഒരു കഥയല്ല, ഭൗതിക ലോകത്തിന് അതീതമായ ഒരു ദിവ്യ ഇടപെടൽ നടന്ന ഒരു ചരിത്ര വസ്തുതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നത് ഒരു പ്രകൃതി നിയമമാണ് എങ്കിൽ ആ സൂര്യനെ സൃഷ്ടിച്ചവന് അതിനെ നിർത്താനും സാധിക്കും. അതുപോലെ ഹൃദയം പ്രവർത്തിക്കുന്നത് ഒരു ജൈവ നിയമമാണ് എങ്കിൽ ആ ഹൃദയം സൃഷ്ടിച്ചവന് അതിനെ ശുദ്ധീകരിക്കാനും സാധിക്കും. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തി അതിനെ ശുദ്ധീകരിച്ച ചരിത്ര സംഭവം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യമായിരിക്കുമ്പോഴും അത് ഒരിക്കലും നമ്മുടെ ബുദ്ധിക്ക് എതിരാകുന്നില്ല എന്നത് വസ്തുനിഷ്ഠമായി തന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്രഷ്ടാവിൻ്റെ സർവാധികാരത്തെ അംഗീകരിക്കുന്ന ഒരു ബുദ്ധിക്ക് ഇതിനെ നിഷേധിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നർത്ഥം. സ്രഷ്ടാവിൻ്റെ ശക്തിയെ അംഗീകരിക്കുന്ന ബൗദ്ധികമായ വിശ്വാസമാണ് ഇത്. പ്രിയ സഹോദരങ്ങളെ, ഇനി ചരിത്രത്തിലേക്ക് മടങ്ങിയാൽ, ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട പ്രവാചകൻ്റെ ശരീരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തമായ അടയാളം വച്ചിരുന്നു. അതാണ് പ്രവാചകത്വത്തിൻ്റെ മുദ്ര. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടത് ചുമലിൻ്റെ ഭാഗത്ത് പ്രാവിൻ്റെ മുട്ടയുടെ വലുപ്പത്തിൽ അല്പം ഉയർന്നു നിൽക്കുന്ന ചെറിയ ഒരു മാംസകഷ്ണമുണ്ടായിരുന്നു. അതിന്മേൽ ചെറിയ രോമങ്ങളും കാണപ്പെട്ടിരുന്നു. ഇത് സാധാരണ ശരീര ലക്ഷണമല്ല, പ്രവാചകത്വത്തിൻ്റെ ദിവ്യസാക്ഷ്യമായിരുന്നു അത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട മുൻ വേദഗ്രന്ഥങ്ങളിൽ തന്നെ ഈ മുദ്രയെപ്പറ്റിയുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നതായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ കാലത്ത് സത്യാന്വേഷികളായ യഹൂദ ക്രൈസ്തവ പണ്ഡിതന്മാർ പ്രവാചകനെ തിരിച്ചറിഞ്ഞതിൽ ഈ ഒരു മുദ്രയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, പ്രവാചകൻ്റെ ജനന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ ഒരു അടയാളം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ നെഞ്ചു പിളർത്ത സംഭവത്തിന് ശേഷമാണ് ഈ ഒരു അടയാളം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതായത് ഹൃദയ ശുദ്ധീകരണത്തോടൊപ്പം പ്രവാചകത്വത്തിൻ്റെ ഔദ്യോഗിക മുദ്രയും ദൃശ്യമായി എന്നർത്ഥം. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ മാതൃ സഹോദരി എന്നെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ സഹോദരി പുത്രന് രോഗമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ തല തടവി, എന്നിട്ട് എനിക്ക് ബറക്കത്തിനായി അവിടുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളു എടുത്തു. പ്രവാചകൻ ഉളു എടുത്ത ആ വെള്ളം ഞാൻ കുടിച്ചു. എന്നിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഭാഗത്തേക്ക് മാറി നിന്നു. അന്നേരം അവിടുത്തെ ചുമലിൽ പ്രവാചകത്വത്തിൻ്റെ മുദ്ര ഞാൻ കണ്ടു എന്ന് സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രവാചകത്വ ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഹൃദയം ശുദ്ധമാക്കി അവിടുത്തെ ശരീരത്തിൽ മുദ്ര പതിപ്പിച്ചു എങ്കിൽ ആ മുദ്ര പ്രവാചകൻ്റെ ചുമലിലായിരുന്നു. എന്നാൽ
അതിൻ്റെ പ്രകാശം ഇന്നും മനുഷ്യരാശിയുടെ ഹൃദയങ്ങളിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. പ്രിയ സഹോദരങ്ങളെ, അറബികളുടെ ഗോത്ര ജീവിതത്തിൽ പ്രതികാര മനസ്ഥിതി എത്രത്തോളം ശക്തമായിരുന്നു എന്നറിയിക്കുന്ന ഒരു സംഭവം കൂടി ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് അൽ ഫിജാർ യുദ്ധം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 15 അതിലല്പം കൂടുതലോ പ്രായമുള്ള കാലം ഖുറൈശ് ഗോത്രവും ഖൈസ് ഗോത്രവും തമ്മിൽ അന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. പവിത്രമാസങ്ങളിൽ യുദ്ധം നടത്തുന്നത് അന്ന് അവർക്കിടയിൽ നിരോധിക്കപ്പെട്ടതായിരുന്നു. ആ നിയമം ലംഘിക്കപ്പെട്ടുകൊണ്ടാണ് ഈ യുദ്ധത്തിന് ഹർബുൽ ഫിജാർ അഥവാ അൽ ഫിജാർ യുദ്ധം എന്ന് പറയപ്പെട്ടത്. പവിത്രത ലംഘിക്കപ്പെട്ട യുദ്ധം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഈ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വിജയം ഖൈസ് ഗോത്രത്തിനൊപ്പമായിരുന്നു. എന്നാൽ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഖുറൈശികൾ വളരെ ശക്തമായി പോരാടി വിജയം സ്വന്തമാക്കി. ഈ യുദ്ധത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പങ്കെടുത്തിരുന്നു. എന്നാൽ അവിടുത്തെ പങ്ക് ഒരു ആക്രമണകാരിയുടെ പങ്കല്ലായിരുന്നു. തൻ്റെ പിതൃവ്യന്മാർക്ക് അമ്പുകൾ ഒരുക്കി കൊടുക്കുന്നതായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച പ്രധാന ചുമതല. ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹം എതിരാളികളെ സ്വയം അമ്പെയ്തതായും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൽ പ്രവാചകൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ചെറുപ്പം മുതലേ അവിടുത്തെ ധൈര്യവും ഉത്തരവാദിത്ത ബോധവും മികച്ചതായിരുന്നു എന്നതാണ്. പ്രവാചകൻ ഒരു ദുർബല സ്വഭാവക്കാരനല്ലായിരുന്നു. ശക്തിയും ധൈര്യവും നിറഞ്ഞ വ്യക്തിത്വമാണ്. പക്ഷേ ആ ശക്തി അനീതിക്കല്ല അദ്ദേഹം പ്രകടിപ്പിച്ചത്. സത്യത്തിനും നീതിക്കും വേണ്ടി അദ്ദേഹം പോരാടിയിട്ടുണ്ട്. യൗവനത്തിൻ്റെ ചൂടിൽ പോലും അദ്ദേഹം സത്യത്തിൻ്റെ വഴിയിലേക്കാണ് ഒരുക്കപ്പെട്ടത്. യുദ്ധഭൂമിയിലെ ഇത്തരം അനുഭവങ്ങൾ ഭാവിയിലെ അദ്ദേഹത്തിൻ്റെ അതിമഹത്തായ ദൗത്യത്തിനുള്ള ഒരു പരിശീലനമായിരുന്നു എന്ന് വേണം നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ. ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ചെറുപ്രായത്തിലെ ഹൃദയം പിളർത്തിക്കൊണ്ടുള്ള ശുദ്ധീകരണത്തിന് ശേഷം യുവത്വത്തിൽ യുദ്ധരംഗത്ത് ധൈര്യത്തിൻ്റെ തെളിവുകളും പ്രകടമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ നേതൃഗുണങ്ങൾ ഓരോന്നായിക്കൊണ്ട് അദ്ദേഹത്തിൽ വിരിഞ്ഞുകൊണ്ടിരുന്നു. ഹൃദയം പിളർത്തലും പ്രവാചകത്വത്തിൻ്റെ മുദ്രയും അൽ ഫിജാർ യുദ്ധത്തിലെ പങ്കാളിത്തവും ഈ 3 സംഭവങ്ങൾ വേറിട്ട ചില കഥകളല്ല. ഇവയെല്ലാം ഒരേ ദൗത്യത്തിൻ്റെ 3 ഘട്ടങ്ങളായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാനലോകത്ത് നിന്ന് ഇറങ്ങാനിരിക്കുന്ന ദിവ്യ സന്ദേശം സ്വീകരിക്കാനുള്ള ഒരു നിർമ്മല ഹൃദയമൊരുക്കാൻ ചെറുപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം പിളർത്തി ശുദ്ധീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ദൂതനാണ് എന്ന ദൃശ്യസാക്ഷ്യമായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രവാചകത്വത്തിൻ്റെ മുദ്ര പതിപ്പിക്കപ്പെട്ടു. ധൈര്യം, ഉത്തരവാദിത്തം, നേതൃഗുണം എന്നിവ ജീവിതത്തിൽ തെളിയിക്കാനായി യൗവനത്തിൽ തന്നെ യുദ്ധഭൂമിയിൽ നിലകൊണ്ടു. ഇതെല്ലാം ഒരൊറ്റ സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനായി വളർന്നുവെങ്കിലും സാധാരണ ലക്ഷ്യത്തിനായിരുന്നില്ല അദ്ദേഹം ഒരുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ സംഭവവും അള്ളാഹുവിൻ്റെ ദിവ്യപരിപാലനത്തിൻ്റെ തെളിവായിരുന്നു. ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടത് ആത്മീയ ശുദ്ധിയുടെ പാഠമായിരുന്നു എങ്കിൽ ശരീരത്തിൽ മുദ്ര പതിപ്പിക്കപ്പെട്ടത് അദ്ദേഹം ഏറ്റെടുക്കാനുള്ള പ്രവാചകത്വ ദൗത്യത്തിൻ്റെ സ്ഥിരീകരണമായിരുന്നു. യുദ്ധാനുഭവം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള ഒരു പരിശീലനമായിരുന്നു. പ്രവാചകൻ്റെ ജീവിതം അത്ഭുതങ്ങളുടെ സമാഹാരമല്ല, അത് വ്യക്തമായ ഒരുക്കത്തിൻ്റെ ചരിത്രമാണ്. പ്രവാചകത്വ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആത്മാവിനെയും ശരീരത്തെയും സാഹചര്യങ്ങളെയും ഒരുക്കുകയായിരുന്നു. ദിവ്യദൗത്യം കൈമാറപ്പെടുന്നത് ശുദ്ധ ഹൃദയങ്ങൾക്കാണ്. സത്യത്തിൻ്റെ ഭാരം ഏറ്റെടുക്കുന്നത് ധൈര്യശാലികളാണ്. അല്ലാഹു നമ്മുടെയും ഹൃദയങ്ങളെ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും ശുദ്ധമാക്കി സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം.